വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരിടത്ത് യോന എന്ന പേരുള്ള ദൈവത്തിന്റെ ഒരു പ്രവാചകൻ ജീവിച്ചിരുന്നു. ഒരു ദിവസം ദൈവം യോനയെ വിളിച്ചു. യോനെ, നിനവേ ദേശത്തിലെ ആളുകളെല്ലാം മഹാദുഷ്ടന്മാരാണ്. നീ അവിടെ വരെ ചെന്ന് അവരോട് ഇങ്ങനെ പറയണം, ഇങ്ങനെ ജീവിച്ചാൽ ഞാൻ നിങ്ങളെ നശിപ്പിക്കുമെന്ന്. എനിക്ക് അവരുടെ പരിപാടികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അതെല്ലാം നിർത്താൻ പറയണം. ആ ദുഷ്ടന്മാരുടെ നാട്ടിലേക്ക് പോവാൻ യോനയൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവാൻ ടിക്കറ്റ് എടുത്ത് കപ്പലിൽ കയറി. യോന വളരെ ക്ഷീണിതനായിരുന്നു. കപ്പൽ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ യോന കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി. യോനയുടെ യാത്ര കണ്ട് ദൈവം രസിക്കുകയായിരുന്നു. ദൈവം ശക്തിയായ കാറ്റ് കടലിലടിപ്പിച്ചു. തിരമാലകൾ പൊങ്ങുകയും താഴുകയും ചെയ്തു. കപ്പൽ പൊങ്ങുകയും താഴുകയും ആടിയും ഉലഞ്ഞും ഇപ്പോൾ മുങ്ങുമെന്നുള്ള പരുവത്തിലായി. കപ്പലിലുള്ളവർ ഭയന്ന് വിറച്ചു. കപ്പലിലെ ക്യാപ്റ്റൻ വന്ന് നോക്കുമ്പോൾ ഇതാ ഒരുത്തൻ കിടന്നുറങ്ങുന്നു, ഒന്നും അറിയാത്ത മട്ടിൽ. എണീക്കടാ, എണീക്ക്, എന്നിട്ട് നീ നിന്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്ക. ഈ കപ്പൽ എപ്പോൾ വേണമെങ്കിലും മുങ്ങും. യോനെ എങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കും? യോനയുടെ പ്രാർത്ഥന എങ്ങനെ ദൈവം കേൾക്കും? ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചോടി പോവുകയല്ലേ. നടന്ന കാര്യമെല്ലാം യോന ക്യാപ്റ്റനോട് വിശദീകരിച്ച് പറഞ്ഞു. ക്യാപ്റ്റൻ അമ്പരന്നു പോയി. എന്നെ എടുത്ത് കടലിലെറിയുക, അപ്പോൾ ഈ കടൽ ശാന്തമാവും. അവർ ദുഃഖത്തോടെ യോനെ എടുത്ത് കടലിലെറിഞ്ഞു. അത്ഭുതം! കടൽ ശാന്തമായി, കാറ്റ് മടങ്ങി. ഒരുപാട് മുങ്ങി, ഒരുപാട് വെള്ളവും കുടിച്ചു. എന്നാൽ മരിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. അതുകൊണ്ട് കടലിലുള്ള ഒരു വലിയ മത്സ്യത്തെ വിളിച്ച് ദൈവം പറഞ്ഞു, മത്സ്യമേ, വലിയ മത്സ്യമേ, നീ ആ മനുഷ്യനെ പോയി വിഴുങ്ങ. മത്സ്യം തലകുലിക്ക് പാടെ ഒറ്റ മുങ്ങല്. ഒട്ടും താമസിച്ചില്ല. യോനയുടെ അടുത്തെത്തി വാ തുറന്ന് ഒറ്റ വിഴുങ്ങ്. വലിയ മത്സ്യത്തിന്റെ വലിയ വയറിൽ യോന ഒരു ഉറുമ്പിനെ പോലെ എഴഞ്ഞു നടന്നു. യോന ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. യോനയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം മത്സ്യത്തോട് പറഞ്ഞു, മത്സ്യമേ, നീ ആ മനുഷ്യനെ ദിനവേ ദേശത്തിലെ കളത്തീരത്ത് കൊണ്ടുപോയി ഛർദ്ദിച്ചിടാൻ. മത്സ്യം അതനുസരിച്ച് യോനെ ദിനവേ ദേശത്തിലെ കളത്തീരത്ത് കൊണ്ടുപോയി ഛർദ്ദിച്ചിട്ടു. മണലിൽ വീണ യോന കയ്യിൽ പറ്റിയ മണലെല്ലാം തൂത്തുകളഞ്ഞ് ദിനവേ പട്ടണത്തിലേക്ക് നടന്നു ചെന്ന് ദൈവം പറഞ്ഞതുപോലെ പ്രസംഗിച്ചു. അത് കേട്ട് അവിടെയുള്ളവർ മനസ്സാന്തരപ്പെട്ടു. പ്രിയ ദൈവജനമേ, യോന ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറി സ്വന്തം വഴിയിലൂടെ പോയത് നമ്മുടെ മുമ്പിൽ ഒരു മുന്നറിയിപ്പായി നിൽക്കട്ടെ. ദൈവം ഇസ്രായേൽ ജനത്തോട് കോപിച്ചിരിക്കും.